വെൽക്കം ബാക്ക് ടു ദ ബിസിനസ് മാസ്റ്ററി ഹബിലെ സമ്പത്തിന് നിയമങ്ങൾ എന്ന് പറയുന്ന പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കി. കാണാത്തവർ ഇന്ന് മുമ്പത്തെ വീഡിയോ പോയി കാണുക. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ദിവസത്തിൽ ധനികർ പറയാത്ത സമ്പത്തിന്റെ രഹസ്യം ആണ്. ദ ഹിഡൻ സീക്രട്ട് ഓഫ് വെൽത്ത് റിച്ച് പീപ്പിൾ ഫോളോ എന്നുള്ളതാണ്. വെൽത്തിയസ്റ്റ് പീപ്പിളായ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു തത്വത്തെയാണ് ഇന്ന് പറഞ്ഞു മനസ്സിലായത്. എന്തുകൊണ്ടായിരിക്കാം ചിലർ ജീവിതത്തിൽ മുഴുവൻ പണത്തിന് പിന്നാലെ പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ പലരും അത് കണ്ടിട്ടുണ്ടാവും, പലരും അങ്ങനെ ആയിരിക്കാം ജീവിതത്തിൽ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പക്ഷെ അതേ സമയത്ത് മറ്റു ചിലർ സമ്പന്നതയിൽ നിന്നും സമ്പന്നതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവർ പണത്തെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു. ഇതാണ് ഇന്നത്തെ ചോദ്യം. ഇന്നത്തെ ഉത്തരവും അല്ലെങ്കിൽ ഇന്നത്തെ രഹസ്യവും ഇത് തന്നെയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. അപ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനും പറയാനും ഒക്കെ താല്പര്യമുണ്ട്. ധനികർ പണം തേടുന്നില്ല എന്നുള്ള തത്വം ഒന്നറിയുക. അവർ പണത്തെ ആകർഷിക്കാൻ യോഗ്യരാകുന്നു എന്നുള്ളതാണ് പ്രധാനം. അവർക്കുള്ള പണത്തോടുള്ള കാഴ്ചപ്പാട്, ദ പ്രോസ്പെക്റ്റീവ് ഓഫ് മണി തന്നെ വ്യത്യാസമാണ്. സാധാരണക്കാരൻ പറയുന്നത് എനിക്ക് കൂടുതൽ പണം വേണം എന്നുള്ളതാണ്. ധനികൻ പറയുന്നു എനിക്ക് കൂടുതൽ മൂല്യം വേണം. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ മൂല്യം സൃഷ്ടിക്കുമ്പോഴാണ് പണം സ്വയം എത്തുക എന്നും പണത്തെ പിന്തുടരുമ്പോൾ അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ടുള്ള മണി ലോ എന്ന് പറയുക. ഇത് സമ്പത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. അപ്പൊ എന്താണ് കോറായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചുരുക്കി പറയാം. പണത്തെ ഒരിക്കലും പിന്തുടരരുത്, പകരം മൂല്യത്തെ പിന്തുടരുക. നിങ്ങളൊരു ബിസിനസ്സുകാരനായാലും അല്ലെങ്കിൽ ഏതെങ്കിലും സേവനം ചെയ്യുന്ന ആളായാലും ഒരു ജോലി ചെയ്യുന്ന ആളായാലും എന്ത് തന്നെയായാലും പണത്തിന്റെ രഹസ്യം ഒന്ന് തന്നെയാണ്. പണം എപ്പോഴും മൂല്യത്തെ പിന്തുടരുന്നു എന്നുള്ള മണി ഫ്ലോസ് വാല്യൂ എന്നാണ് പറയാ. ധനികർ ഈ നിയമം ആഴത്തിൽ മനസ്സിലാക്കിയവരാണ്, അവരിത് ഫോളോ ചെയ്യുന്നവരാണ്. നിങ്ങളോ? ഒന്ന് ടൈപ്പ് ചെയ്യൂ, ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. നിങ്ങളോ? അവർ അവരുടെ ഉൽപ്പന്നമായാലോ സേവനമായാലോ മറ്റുള്ളവർക്ക് എത്രത്തോളം പ്രയോജനകരമാണ് എന്ന് മാത്രം ചിന്തിക്കുന്നു. അതിനാലാണ് പണം അവരുടെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായി എത്തുന്നത്. ഇത് ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു വ്യക്തി തന്റെ ബിസിനസ്സിൽ ദിനം പ്രതി പുതിയ ആശയങ്ങളും മികച്ച സേവനങ്ങളും ഉപഭോക്തൃ പരിഗണനയും നൽകുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾക്കറിയാമല്ലോ. അയാളുടെ ബിസിനസ് സ്വാഭാവികമായി കൂടും. അയാൾക്ക് പണം കൂടുക തന്നെ ചെയ്യും, അല്ലെ? പക്ഷെ മറ്റൊരാൾ വെറും വിറ്റുപോകുക എന്ന് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അയാൾക്ക് സംഭവിക്കുക? അതിനൊപ്പം അയാളുടെ ആശങ്കയും സമ്മർദ്ദവും വർദ്ധിച്ചു വരുന്നു. അയാളിൽ പണത്തിന്റെ ഒഴുക്ക് വളരെ കുറയും. ഇത് അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി മുതൽ അങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോ ധനികരുടെ രഹസ്യ ചിന്ത എന്താണെന്ന് ഞാനൊന്ന് അൺബ്ലോക്ക് ചെയ്ത് തരാം. നിങ്ങൾ അതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദ ഹിഡൻ മൈൻഡ് സെറ്റ് ഓഫ് വെൽത്തി പീപ്പിൾസ് എന്ന് പറയുന്നത് അവർ പണത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായി കാണുന്നതല്ല, പകരം മൂല്യ സൃഷ്ടിയുടെ ഫലമായി കാണുന്നവരാണ്. കഠിനാധ്വാനത്തെ കൊണ്ട് മാത്രമല്ല പണം ഉണ്ടാക്കുന്നത്, ദ വാല്യൂ ആണ് പണം സൃഷ്ടിക്കുന്നത് അറിയുക. അവർ അവസരങ്ങൾ മാത്രം കാണുന്നു, പ്രശ്നങ്ങളെ കാണുന്നതേ ഇല്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ശ്രദ്ധിക്കുന്നതേ ഇല്ല. അവർ ദിനം പ്രതി വളർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. അവർ വെറും മാസ വരുമാനം നോക്കുന്നവരല്ല. ദ മോർ വാല്യൂ യു ക്രിയേറ്റ്, ദ മോർ വെൽത്ത് യു അട്രാക്ട് എന്നാണ് നിയമം. നിങ്ങൾ സൃഷ്ടിക്കുന്ന മൂല്യം കൂടുതലായാൽ ആകർഷിക്കുന്ന സമ്പത്തും അത്ര തന്നെ വലുതാകും എന്നുള്ള തത്വം. ഇത് വളരെ കൃത്യമായി പ്രാക്ടീസ് ചെയ്തെടുക്കുക. ഇന്നത്തെ ആക്ഷൻ ആയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് എഴുതി വെച്ചോളൂ. ഇന്നും ഒരു പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യം. നിങ്ങൾ ചെയ്യുന്നത് എന്തായാലും, ബിസിനസ് ആയാലോ സേവനമായാലോ തൊഴിലായാലോ, അതിലെല്ലാം ഒരു മൂല്യം കൂട്ടാനുള്ള മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോ അതായത് ഉദാഹരണത്തിന് ഒരു കസ്റ്റമറിന് ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അയാൾക്കത് നൽകുക. നൽകുന്ന ആവശ്യങ്ങൾക്കോടൊപ്പം മറ്റെന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ എന്ന് അന്നേരം ആലോചിക്കുക, അതും നൽകുക. നമ്മുടെ ഉൽപ്പന്നത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക, കൂടുതൽ നല്ല നല്ല പ്രൊഡക്റ്റ് ആക്കി മാറ്റുക. അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന സേവനത്തിൽ
ഒരു വ്യക്തിപരമായ പരിഗണന ചേർത്തുകൊണ്ട് ബി വിത്ത് ഫ്രണ്ട്ലി വിത്ത് പീപ്പിൾ. അപ്പോൾ എഴുതി വെക്കുക, ഞാൻ ഇന്ന് മറ്റൊരാളുടെ ജീവിതത്തിൽ മൂല്യം കൂട്ടി എന്നുള്ളത്. ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് എങ്ങനെ മറ്റൊരാളുടെ ജീവിതത്തിൽ മൂല്യം കൂട്ടി എന്നൊന്ന് കൃത്യമായി എഴുതി വെക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇത് വായിക്കുക. ഇത് പണത്തെക്കാൾ വിലയുള്ള മനോഭാവം നിങ്ങളെ സൃഷ്ടിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയൊരു കഥ പറഞ്ഞു പോകാം. ഒരു ചെറിയ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഒരിക്കൽ നമുക്ക് അവന്റെ പേര് മനു എന്ന് വിളിക്കാം തൽക്കാലം. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ ആൾക്കാര് വെറും വിൽപ്പനയ്ക്ക് വേണ്ടി, അല്ലെ കസ്റ്റമേഴ്സിനോട് വിൽപ്പനയ്ക്ക് മാത്രമായി കാണുന്നതല്ല, പക്ഷേ അങ്ങനെയായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു ദിവസം ഞാൻ മനസ്സിൽ തീരുമാനിച്ചു, ഞാൻ അവരെ വെറും കസ്റ്റമറായിട്ട് കാണുന്നതല്ല, അതിന് പകരം ഒരു മൂല്യം ഞാൻ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അവർക്കായി ഒരു മൂല്യം സൃഷ്ടിക്കാനായിട്ട് തീരുമാനിച്ചു. അതിന് കുറച്ച് സിസ്റ്റംസ് ഒക്കെ അയാൾ ബിൽഡ് ചെയ്തു. അതിനനുസരിച്ച് അയാൾ പ്രവർത്തനം തുടങ്ങി. അങ്ങനെ ഓരോ ഉപഭോക്താവിനും, നമ്മളെ ബിസിനസ് മെന്റർഷിപ്പ് ക്ലാസ്സിനകത്ത് ഞാൻ എസെൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തെയാണ് പഠിപ്പിക്കുന്നത്. 60 ദിവസത്തെ ബിസിനസ് മെന്റർഷിപ്പിൽ കാര്യത്തിൽ അവിടെ ഒരു വിക്രം എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ കാര്യത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. അദ്ദേഹം ഓരോ കസ്റ്റമേഴ്സിനെയും വ്യക്തിപരമാക്കി മനസ്സിലാക്കി അവർക്കുള്ള സേവനങ്ങൾ നൽകി. അങ്ങനെ 5 വർഷം കഴിയുമ്പോൾ അവന്റെ ബിസിനസ് എത്ര മടങ്ങ് കൂടിയിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ട് താഴെ രേഖപ്പെടുത്തുക. അവനൊരിക്കലും പണത്തെ പിന്തുടർന്നു പോയതല്ല, അവൻ മൂല്യം സൃഷ്ടിച്ചു, പിന്നെ പണം അവന്റെ പിറകെ വന്നു എന്നുള്ളത് ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ്. പണം നേടാനുള്ള ഗൂഢതന്ത്രം ധനികർ പറയാറില്ല, കാരണം അതൊരു ചിന്താരീതിയാണ് എന്നറിയുക. നിങ്ങൾ ഇതിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ ജീവിതവും മാറും. അപ്പൊ ആ ഗൂഢ ചിന്താഗതിയിലേക്ക് നിങ്ങളും എത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുക. സത്യമായ ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട്, സമ്പത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ ആരംഭിക്കുന്നില്ല, അത് നിങ്ങളുടെ ചിന്തയിൽ ആരംഭിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ എങ്ങനെ മറ്റൊരാളുടെ ജീവിതത്തെ മൂല്യം കൂട്ടി എന്നതാണ് നിങ്ങളുടെ ഇന്നത്തെ ടാസ്ക്. അപ്പൊ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്ന് പോഡ്കാസ്റ്റ് സേവ് ചെയ്ത് വെച്ചേക്കുക. നാളെ നിങ്ങൾക്ക് പലപ്പോഴും ഉപകാരപ്രദമാകുമെന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്.